ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈശോ തൻ്റെ സഭയെ പഠിപ്പിക്കുന്നത് ഇൽ പോയമയുടെ ലൊമോഡിയോ, അതായത് ദൈവമനുഷ്യൻ സ്നേഹിത എന്ന പുസ്തകങ്ങളിലൂടെ സഭയെ പഠിപ്പിക്കുന്നത് തൻ്റെ ജനനത്തെക്കുറിച്ചാണ്. ജനനത്തിൻ്റെ ആ ദിവസത്തിൻ്റെ പ്രതീകം എന്തെന്നൊക്കെ കൂടുതലായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം വിശുദ്ധ ഈശോ എന്നാണ് ജനിച്ചതെന്ന്. ഈശോ ജനിച്ചത് ലൂക്കാസ് വിശേഷം 2 നാം കാണുന്നുണ്ട്. അഗസ്റ്റ് സീസറിൻ്റെ കാലത്തെ കിരിനിയോസ് സിറിയൻ ദേശാധിപതിയായിരുന്ന കാലത്ത് ആദ്യത്തെ പേരെഴുത്ത് നടന്നു. അന്ന് ഈശോ ജനിച്ചതെന്ന് നമുക്കറിയാം. അത് എന്നാണെന്ന് നമുക്ക് അതിൻ്റെ ദിവസത്തെ അത് കീസ്ലേവ് 25-നാണ്. കീസ്ലേവ് 25 മക്കബേയോസ് യൂദാസ് ദേവാലയം പുനഃപ്രതിഷ്ഠ ചെയ്ത ആ ദിവസത്തെ അതിൻ്റെ ഓർമ്മ ദിനത്തിലാണ് ഈശോ ജനിച്ചത്. അത് 1 മക്കബായ 4-ലും 2 മക്കബായ 10-ലും നാം വായിക്കുന്നുണ്ട്. അന്തിയോക്കസ് എപ്പഫാനോസിൻ്റെ കാലത്തെ ദേവാലയം, ജെറുസലേം ദേവാലയം പിടിച്ചെടുത്ത് അവിടെ ഗ്രീക്ക് ചിന്തകൾ യഹൂദർക്ക് മേൽ അടിച്ചേൽപ്പിച്ച് അവിടെ അശുദ്ധമാക്കി, ദേവാലയം അശുദ്ധമാക്കി, ബലികളെല്ലാം നിർത്തലാക്കി. 145 ആണ്ടിലായിരുന്നു അത്. 148 ആണ്ടിൽ മക്കബേയോസ് യൂദാസും കൂട്ടരും ദേവാലയം വീണ്ടും പിടിച്ചെടുത്ത് ദേവാലയം പുനഃപ്രതിഷ്ഠ ചെയ്തു. കുന്തിരിക്കം പുകച്ച് ദീപങ്ങൾ കത്തിച്ച് അവർ വീണ്ടും ബലികൾ അവിടെ അർപ്പിച്ചു 148 ആണ്ടിൽ. അത് ആണ്ടുതോറും അത് ആഘോഷിക്കണമെന്നവർ നിയമം പാസ്സാക്കി 148 ആണ്ടിൽ കീസ്ലേവ് 25-ന്. അത് ഈ ദിവസത്തിലാണ് പുതിയ ദേവാലയവും പ്രകാശത്തിൻ്റെ നാഥനുമായി ക്രിസ്തു ജനിച്ചത്. അവർ ദീപങ്ങൾ കത്തിച്ചു വെച്ച് അവിടെ ആഘോഷിച്ചതിനാൽ പ്രകാശത്തിൻ്റെ തിരുനാളെന്നും അവരതിനെ വിളിച്ചിരുന്നു. മക്കബേയോസും കൂട്ടരും ദേവാലയ പുനഃപ്രതിഷ്ഠാ ദിനം, അതായത് ദീപങ്ങളുടെ തിരുനാൾ, ആ ദിവസമാണ് പുതിയ ദേവാലയവും പ്രകാശത്തിൻ്റെ നാഥനുമായി ക്രിസ്തു ജനിച്ചത്. അത് ഈശോ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, വളരെ മനോഹരമായിട്ട്. കീസ്ലേവ് 25-ന് അത് നാം കാണുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 10:22 നാം കാണുന്നു. ജെറുസലേമിൽ ദേവാലയ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു. അത് ശീതകാലമായിരുന്നു. യേശു ദേവാലയത്തിൽ സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു, നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക. യേശു പ്രതിപദിച്ചു, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു, എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അത് ദേവാലയ പ്രതിഷ്ഠ ദിനത്തിൻ്റെ ഈശോയുടെ 32-ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈശോ വന്നിത് അവരെ പഠിപ്പിക്കുന്നത്. പിന്നെ യോഹന്നാൻ ശ്ലീഹയുടെ 8:12 നാം കാണുന്നുണ്ട്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കുമെന്ന് അവരെ പഠിപ്പിച്ചുകൊണ്ട് അതിന് 9-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ബർത്തമിയൂസ് എന്ന അന്ധന് കാഴ്ച കൊടുക്കുന്നത് താൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഈ തിരുനാളിന്. ഇതെല്ലാം ഈശോ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ക്രിസ്മസിൻ്റെ സമയത്ത് നമുക്ക് ഇതെല്ലാം ധ്യാനിച്ച് ഈശോയെ